Dear students, today we are going to study about the intermediate value theorem. Theorem എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം. ഒരു വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. A എന്ന ടൈമിൽ t = a ആവുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്പീഡാണ് ഇവിടെ f(a) ആയിട്ട് കാണിച്ചിരുന്നതെന്ന് വിചാരിക്കാം. സോ കറസ്പോണ്ടിംഗ്ലി വാഹനം മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ടൈം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സമയത്തുമുള്ള വാഹനത്തിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ആണ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ കൊണ്ട് സൂചിപ്പിച്ചത് എന്ന് കരുതുക. സോ t = a ആവുന്ന സമയത്ത്, അതായത് ടൈം ഒരു പർട്ടിക്കുലർ a ആവുന്ന സമയത്ത് കറസ്പോണ്ടിങ് വാഹനത്തിൻ്റെ സ്പീഡ് f(a) ആണ്. സോ ഇത് ഫോർ എക്സാമ്പിൾ ഒരു 40 km/h ആണെന്ന് വിചാരിക്കാം. ഓക്കെ, വാഹനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. t = b ആവുന്ന സമയത്ത്, ടൈം മൂവ് ചെയ്തിട്ട് b എന്ന ടൈം ആവുന്ന സമയത്ത് കറസ്പോണ്ടിങ് വാഹനത്തിൻ്റെ സ്പീഡ് f(b) ആണ് വരിക. സോ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് 50 km/h. ഓക്കെ, സോ ഈ എയിൽ നിന്ന് ടൈം എയിൽ നിന്ന് ബിയിൽ എത്തുമ്പോഴേക്കും വാഹനത്തിൻ്റെ സ്പീഡ് 40 km/h നിന്ന് കൂടി 50 km/h എത്തിച്ചേർന്നു. അതിനിടയ്ക്ക് വാഹനം ഇത് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട് സ്പീഡ് കൂടുകയും പിന്നീട് എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടാവാം, ഇവിടെ വെച്ച് സ്പീഡ് കുറഞ്ഞു, വീണ്ടും സ്പീഡ് കൂടി വന്നിട്ടാണ് 50 km/h എത്തിയത്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് വാല്യൂ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. 40 km/h നിന്ന് 50 km/h കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡ്, ഇവിടെ ശ്രദ്ധിക്കുക ഗ്രാഫിൽ ബ്രേക്ക് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്പീഡ് മാറി മാറി വന്ന് 40 നിന്ന് 50 എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പീഡ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 47 km/h എടുക്കുന്നു. 47 km/h കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടൈം നമുക്കിവിടെ c എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ f(c) ആണ് m ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ 40ക്കും 50ക്കും ഇടയ്ക്കുള്ള ഒരു സ്പീഡ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പീഡ് അറ്റൈൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടാകുമെന്നർത്ഥം. വാഹനം 40 km നിന്ന് 50 km എത്തുന്നതിനനുസരിച്ച് ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് 50ലേക്ക് ചാടുകയല്ല ചെയ്തിട്ടുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തിട്ടാണ് അത് 50ൽ എത്തിയിരിക്കുന്നത്. സോ ഒരു പർട്ടിക്കുലർ km/h സ്പീഡ് വരാം ഈ 40ക്കും 50ക്കും ഇടയ്ക്ക്. ഫോർ എക്സാമ്പിൾ ഒരു 47 km/h സ്പീഡ് ഒരു പർട്ടിക്കുലർ ടൈമിൽ വാഹനം അറ്റൈൻ ചെയ്യുന്നുണ്ടാകും. അതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. If f is a continuous function on a closed interval a b എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ആൻഡ് m is any number between f(a) and f(b). ഇവിടെ f(a) എന്ന് പറയുന്നത് ഈ പോയിൻ്റ് ആണ്, f(b) is this point. ഓക്കെ, ഇൻക്ലൂസീവ്, അതായത് എയിലും ബിയിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയതുകൊണ്ട് f(a)യും f(b)യും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഫംഗ്ഷൻ വാല്യൂസിൽ. Then there is at least one number c in closed interval a b such that f(c) = m. f(a)ക്കും f(b)ക്കും ഇടയ്ക്ക് നമ്മൾ ഏതൊരു പോയിൻ്റ് m ചൂസ് ചെയ്താലും f(c) = m ആയി വരുന്ന രീതിയിൽ ഒരു c നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനാവും. എവിടെ കണ്ടുപിടിക്കാനാവും? എക്കും ബിക്കും ഇടയിലായി കണ്ടുപിടിക്കാനാവും. അതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ പറയുന്നത്. ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കുക, ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ നമ്പർ c എന്ന് പറഞ്ഞു. അതായത് ഒന്ന് തീർച്ചയായും ഉണ്ടാകും, ഒന്നിലധികം ഉണ്ടാവാം. അതിനുള്ള എക്സാമ്പിളാണ് ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ എ ബി രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് കണ്ടിന്യൂസ് ആണ്. ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ എഫ് എന്ന ഫംഗ്ഷൻ ഇവിടെ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സോ നമ്മൾ f(a)യും f(b)യും കൺസിഡർ ചെയ്തു. അതിനിടയിലുള്ള ഒരു പോയിൻ്റാണ് m എന്ന് പറയുന്നത്. സോ നമുക്ക് വേണ്ടത് എന്താണ്? f(c) = m ആയി വരുന്ന രീതിയിൽ ഉള്ള ഒരു പോയിൻ്റ് നമ്മൾ എക്സ് ആക്സിസിൽ ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്, c ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ എമ്മിൽ നിന്ന് ഗ്രാഫിലേക്ക് ഇത്തരത്തിൽ പെർപെൻഡിക്കുലറായിട്ട്, അതായത് വൈ ആക്സിസിന് പെർപെൻഡിക്കുലറായി വരുന്ന രീതിയിൽ ഒരു ലൈൻ, അല്ലെങ്കിൽ എക്സ് ആക്സിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ രണ്ട് പോയിൻറ്റ്സിൽ, അല്ല രണ്ടല്ല 3 പോയിൻറ്റ്സിൽ ഇവിടെ ഈ ലൈന് ഗ്രാഫിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ ഈ 3 പോയിൻ്റ് കൺസിഡർ ചെയ്ത് കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് കൺസിഡർ ചെയ്താലും, അതായത് c1 c2 c3, f(c1) എന്ന് പറയുന്നത് m ആണ്, f(c2) എന്ന് പറയുന്നത് m ആണ്, f(c3) എന്ന് പറയുന്നതും m ആണ്. സോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒന്നിലധികം എക്സ് വാല്യൂസ് ഉണ്ടാവാം. ഓക്കെ, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഉണ്ടാകും എന്നാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ പറഞ്ഞത്. സോ ഇഫ് f is a continuous function on a closed interval a b and m is any number between f(a) and f(b),
then there is at least one c such that f of c equal to m if m lies between f of a and f of b. That is the statement of intermediate value theorem. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാവുന്ന മറ്റൊരു തിയറമാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്, എക്സിസ്റ്റൻസ് ഓഫ് സീറോസ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഈ കാണുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കാം. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ എഫ് എന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഈ ഫംഗ്ഷൻ ഈ എക്ക് കറസ്പോണ്ടിങ് ആയുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് ഇവർ എഫ് ഓഫ് എ എന്ന് കാണിച്ചിരിക്കുന്നത്. ദെൻ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ദെൻ ആ ഡിക്രീസ് ചെയ്ത് 0 എത്തി, ദെൻ അത് വീണ്ടും ഡിക്രീസ് ചെയ്തിട്ട് നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ ബി ആകുമ്പോഴേക്കും ഫംഗ്ഷൻ്റെ വാല്യൂ ഒരു നെഗറ്റീവ് നമ്പറാണ് വരുന്നത്. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0നേക്കാൾ ചെറിയൊരു നെഗറ്റീവ് നമ്പറാണ് വരുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിയിലും ഇടയിലുള്ള ഏതൊരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്താലും, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എം എന്നൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ എമ്മിൽ നിന്ന് നമ്മൾ ഗ്രാഫിലേക്ക് ഇത്തരത്തിൽ എക്സ് ആക്സിസിനായിട്ട് പാരലായിട്ടൊരു ലൈന് വരയ്ക്കുന്നു, താഴേക്ക് എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് ഞാൻ സി എന്ന് വിളിക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിലുള്ള ഏതൊരു എം എടുത്താലും വി ക്യാൻ ഫൈൻഡ് എ പോയിന്റ് സി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു എം. എം എഫ് ഓഫ് സി ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു സി നമുക്ക് കണ്ടുപിടിക്കാനാവും. ഇതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന എം എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിലുള്ള ഏതൊരു എം വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. എഫ് ഓഫ് എ എന്നത് പോസിറ്റീവും എഫ് ഓഫ് ബി എന്നത് നെഗറ്റീവുമാണെങ്കിൽ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിലായിട്ടുള്ള ഒരു പോയിൻ്റ് ആയിരിക്കും 0 എന്ന് പറയുന്നത്. സോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന എം ആയിട്ട് ഇവിടെ നമ്മൾ 0 ചൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. ദെൻ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, എം ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് സി എന്നൊരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാനാവും സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു എം. പക്ഷേ ഇവിടെ എം എന്ന് പറയുന്നത് 0 ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അതുകൊണ്ട് എഫ് ഓഫ് സി ഈക്വൽ ടു 0 ആവുന്ന രീതിയിലുള്ള ഒരു പോയിന്റ് സി നമുക്ക് കണ്ടുപിടിക്കാനാവും. ഇനി നമ്മൾ ഈ പറഞ്ഞ റിസൾട്ടിലെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ആ റിസൾട്ട് മാത്രം കോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. എഫ് ഓഫ് എ ഇസ് പോസിറ്റീവ് ആൻഡ് എഫ് ഓഫ് ബി ഇസ് നെഗറ്റീവ്, അല്ലെങ്കിൽ തിരിച്ച് എഫ് ഓഫ് എ നെഗറ്റീവും എഫ് ഓഫ് ബി പോസിറ്റീവ് ആയാലും മതി. രണ്ട് കേസിലും 0 എന്നത് എഫ് ഓഫ് ബിക്കും എഫ് ഓഫ് എക്കും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും. അതുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് എ പോയിന്റ് സി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് എന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ എഫ് ഓഫ് സി ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന ഒരു പോയിൻ്റാണ് സി എന്ന് പറഞ്ഞു നമ്മൾ. അതായത് എഫ് ഓഫ് സി ഈക്വൽ ടു 0. എഫ് ഓഫ് സി ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് പകരം സി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നർത്ഥം. അപ്പോഴാണ് നമ്മൾ പറയാറുള്ളത് സി ഈസ് എ റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ, അല്ലെങ്കിൽ സി ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. ഇൻ അതർ വേർഡ്സ് എഫ് ഹാസ് എ 0 വിച്ച് ഈസ് സി. സി എന്ന് പറഞ്ഞത് എഫിൻ്റെ ഒരു 0 ആണ് എന്ന് നമ്മൾ പറയും. ഇനി നമുക്ക് ഈ തിയറത്തിലേക്ക് വരാം. എക്സിസ്റ്റൻസ് ഓഫ് സീറോസ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇഫ് എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ഹാവ് ഓപ്പോസിറ്റ് സൈൻസ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, then the equation f of x equal to 0 has at least one solution in the interval open interval ab, or equivalently the function f has at least one 0 in the interval open interval ab. ഓക്കെ, നമ്മളുടെ എം എന്ന പോയിന്റ് എടുക്കുന്നതും 0 എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിലാണ് നിൽക്കുന്നത് എന്നുമുള്ള കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞില്ല എന്നത് മാത്രമേ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യത്യാസമുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ പറഞ്ഞതിൻ്റെ ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ മാത്രമാണ് ഇവിടെ ഈ തിയറത്തിൽ വരുന്നത്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻസ് ആണ് എന്ന് പറയുന്നതോടുകൂടി 0 അതിനുള്ളിലുള്ള ഒരു പോയിന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, സോ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയുള്ള ഒരു സി നമുക്ക് കാണാനാവും. എഫ് ഓഫ് സി ഈക്വൽ ടു എം ആവുന്ന വിധത്തിൽ, എം ഇവിടെ 0 ആണ്, സോ എഫ് ഓഫ് സി ഈക്വൽ ടു 0 ആവുന്ന രീതിയിലുള്ള ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാനാവും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അത്തരത്തിൽ ലഭിക്കുന്ന പോയിന്റ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമുക്ക് ലഭിക്കുന്ന പോയിന്റ് എയോ ബിയോ ആവില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നമുക്കത് ഉറപ്പ് പറയാൻ പറ്റുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫ് ഓഫ് എ എന്ന് പറയുന്നത് പോസിറ്റീവും എഫ് ഓഫ് ബി എന്ന് പറയുന്നത് നെഗറ്റീവും ആവണം, 0 ആവാൻ പാടില്ല, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സി എന്ന പോയിന്റ് എക്കും ബിക്കും ഇടയിലായിരിക്കും ചെയ്യും, എയും ബിയും ആവുകയുമില്ല. അതായത് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലായിരിക്കും സി എന്ന പോയിന്റ് വരുന്നത്.
That is what you meant by existence of zeros of a continuous function, which is an important theorem. ഇനി ഇവിടെയും നമുക്ക് എഫ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 സീറോ എന്ന വാക്ക് വന്നു. അതെന്തുകൊണ്ടായിരിക്കും അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞത്? ഇത്തരത്തിലുള്ള പോയിൻറ്റ്സ് സീറോസ് ഒന്നിലധികം വന്നേക്കാം. നമുക്കത് ഈ കാണുന്ന എക്സാമ്പിളിലൂടെ വ്യക്തമാവുന്നുണ്ട്. ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന പോയിൻ്റ് ഇവിടെയാണ്. സോ ദിസ് ഫംഗ്ഷൻ സ്റ്റാർട്ട്സ് ഹിയർ. ബി എന്ന പോയിന്റിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എൻഡ് ചെയ്യണത്. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എഫ് ഓഫ് എ ഇവിടെ നെഗറ്റീവ് ആണ്, എഫ് ഓഫ് ബി പോസിറ്റീവ് ആണ്. രണ്ടും ഓപ്പോസിറ്റ് സൈൻസ് ആണ്. സോ ഈ കാണുന്ന തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് എം ഈക്വൽ ടു സീറോ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് സി ഈക്വൽ ടു സീറോ ആയി വരുന്ന രീതിയിലുള്ള പോയിന്റ് സി എന്ന ഒരു പോയിന്റെങ്കിലും ഉണ്ടാകും. ഈ എക്സാമ്പിൾ നോക്കിയാൽ അത്തരത്തിൽ ഒന്നിലധികം പോയിന്റ്സ് വരാമെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഈ ഫംഗ്ഷൻ എക്സ് ആക്സിസിനെ പല പ്രാവശ്യം കട്ട് ചെയ്തുകൊണ്ട് കടന്നു പോകുന്നുണ്ട് ഈ കാണുന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ. ഓക്കെ, സോ ഇവിടെ എഫ് ഓഫ് സി 1 എടുത്താലും എഫ് ഓഫ് സി 2 എടുത്താലും എഫ് ഓഫ് സി 3 എടുത്താലും സീറോ ആണ് ലഭിക്കുന്നത്. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒന്നിലധികം പോയിന്റ്സ് ഉണ്ടായേക്കാം. പക്ഷേ തിയറം സേസ് ദാറ്റ് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 സീറോ ഇൻ ദ ഇൻ്റർവൽ ഓപ്പൺ ഇൻ്റർവൽ എ പി. Now let us have some problems using intermediate value theorem. Let f of x equal to x raised to 5 minus 3x square plus 2x plus 5. Show that there is at least one number c in the interval closed interval 0 to such that f of c equal to 12. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഉപയോഗിക്കണമെങ്കിൽ നമുക്കതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ് നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ കണ്ടിന്യൂസ് ആണെന്ന് അറിയുന്നതെങ്കിൽ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കണം. എങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എഫ് ഓഫ് സി ഈക്വൽ ടു ക്യാപിറ്റൽ എം ആവുന്ന വിധത്തിൽ ഒരു സി കണ്ടുപിടിക്കാനാവും. വേർ എം ലൈസ് ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി. അതാണ് തിയറത്തിൽ പറയുന്നത്. സോ വി സ്റ്റാർട്ട് വിത്ത് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 5 മൈനസ് 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 ആണ്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ ഇൻ ദ റിയൽ ലൈൻ. ഇൻ പെർട്ടിക്കുലർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to. Now let us calculate f of 0 and f of 2. അതായത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. f of 0 means that we are substitute x equal to 0 in the function, so it becomes 5. And what is f of 2? It is 2 raised to 5, that is 32 minus 2 into 2 is 4 into 3 is 12 plus 4 plus 5. So this is equal to 29. So here f is continuous in closed interval 0 to f of 0 equal to 5 and f of 2 equal to 29. Intermediate value theorem പ്രകാരം തന്നിരിക്കുന്ന ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി. ദെൻ ഫോർ എനി നമ്പർ ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ദർ ഈസ് എ സി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു ദാറ്റ് നമ്പർ. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. So we know this is a polynomial function, so it is continuous in closed interval 0 to. Now let us find f of 0 and f of 2. f of 0 is 5 and f of 2 is, when you substitute x equal to 2 here, it becomes 29. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 12 ആണ്. ഇവിടെ m ആയിട്ട് തന്നിരിക്കുന്നത് 12 ആണ്. So we have 5 is less than 12 less than 29. 12 എന്ന നമ്പർ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിയിലും ഇടയിലുള്ള ഒരു നമ്പറാണ്. Therefore, by intermediate value theorem, there exists a number c belongs to open interval 0 to such that f of c equal to 12. ഓപ്പൺ ഇൻ്റർവൽ 0 ഉണ്ട് എന്ന് പറയുന്നതിന് പകരം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഉണ്ട് എന്നും നമുക്ക് പറയാം. ഓക്കെ, സോ ദ റിസൾട്ട് ഈസ് പ്രൂവ്ഡ്. സോ ഇത്തരത്തിലൊരു റിസൾട്ട് ദർ എക്സിസ്റ്റ് എ നമ്പർ സി ഇൻ ദ ഇൻ്റർവൽ സാറ്റിസ്ഫൈൻ ദിസ് റിസൾട്ട് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് തന്നിരിക്കുന്ന നമ്പർ ഇവിടെ 12 ആണ്. ഈ നമ്പർ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിലുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. പിന്നെ ഫംഗ്ഷൻ ആ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ് എന്നും പ്രൂവ് ചെയ്യണം. സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞു. ദെൻ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാൽക്കുലേറ്റ് ചെയ്തു. തന്നിരിക്കുന്ന നമ്പർ ഇവിടെ 12 എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിലുള്ള ഒരു നമ്പറാണെന്ന് കാണിച്ചു. Then clearly by the theorem there exists a c such that f of c equal to 12 which lies between 0 and 2. Okay, let us have one more problem. Here in the first problem here f of x equal to x square. Okay,
Use intermediate value theorem to prove that there is a number c in the interval closed interval 0 to such that f of c equal to 2. f of c equal to 2 ആവുന്ന രീതിയിൽ ഒരു റിയൽ നമ്പർ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-2ൻ്റെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഇത് പ്രൂവ് ചെയ്യാനായാൽ വി ക്യാൻ എസ്റ്റാബ്ലിഷ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ നമ്പർ റൂട്ട് 2 എന്ന നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് പറയാം. കാരണം എഫ് ഓഫ് സി ഈക്വൽ ടു 2 ആവുക എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ഈക്വൽ ടു 2 ആവുക എന്നാണ് അർത്ഥം. അതായത് സി ഈക്വൽ ടു √2 ആവണം. സോ സി ഈക്വൽ ടു √2 ആവുന്ന രീതിയിൽ ഒരു നമ്പർ 0ക്കും 2ക്കും ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ പ്രൂവ് ചെയ്യാനാവും. ഓക്കെ, so again we have to use the intermediate value theorem. For that we have to say that here f of x equal to x square is continuous everywhere in the real line, especially it is continuous on closed interval 0-2. Now we have to find f of 0 and f of 2. f of 0, here f of a equal to f of 0 and f of b equal to f of 2. f of 0 is 0 square which is equal to 0 and f of 2 is 2 square which is equal to 4. So we have here the number m is 2. So we have to note that 0 is less than 2 less than 4. That is, we showed that f of a is less than m less than f of b. Then by the intermediate value theorem, there exists a number c belongs to open interval 0-2 such that f of c equal to 2. That is, we proved that there is a number belongs to closed interval 0-2 such that f of c equal to 2. Hence the result is proved. So we proved that there exists a number √2 between 0 and 2. Another problem. Show that there is at least one root of the equation in the given interval. ഇവിടെ ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഈ തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഒരു റൂട്ട് ഈ ഇൻ്റർവെലിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എക്സിസ്റ്റൻസ് ഓഫ് 0 ഓഫ് എ പോളിനോമിയൽ ഫംഗ്ഷൻ, ആ റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ വി കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ മൈനസ് 2x മൈനസ് 1. ഓക്കെ, ക്ലിയർലി ഇറ്റ് ഈസ് കണ്ടിന്യൂസ് on closed interval 0-2. Existence of 0 of a polynomial function എന്ന തിയറത്തിൽ നമ്മൾ പറഞ്ഞത് ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെലിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാൽക്കുലേറ്റ് ചെയ്താൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഫംഗ്ഷൻ്റെ ഒരു 0 എങ്കിലും ഉണ്ടാകും എന്നാണ്. So here we noted that the function is continuous on closed interval 0-2. Now you want to find f of 0 and f of 2. We have to show that one of them is positive and the second is negative. Okay, here f of 0 is 0³ minus 2 into 0 minus 1, so the answer is -1. And f of 2 is 2³ minus 2 into 2, that is 4 minus 1, that is 8 minus 5, which is equal to 3. So f of 0 is less than 0 and f of 2 is greater than 0. Therefore, we can conclude that there exists a number c belongs to open interval 0-2 such that f of c equal to 0. That is what we want to prove. One more problem, 65. Consider the function f of x equal to x raised to 5 plus 2x minus 7. And we have to show that there is a 0 of the equation, or there is a root of the equation in the interval 1-2. 1നും 2നും ഇടയ്ക്കുള്ള ഒരു റിയൽ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ബിക്കംസ് ഈക്വൽ ടു 0. ഓക്കെ, ആ റിസൾട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഇതൊരു 5th ഡിഗ്രി ഇക്വേഷനാണ്. ഇതിൻ്റെ ഒരു റൂട്ട് 1നും 2നും ഇടയിലുണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന രീതിയിലുള്ള ഒരു റിയൽ നമ്പർ 1നും 2നും ഇടയിലുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോട്ട് ദാറ്റ് ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് on open interval, or sorry, it is continuous on closed interval AB, that is closed interval 1-2. Actually, this function is continuous everywhere in the real line. So specifically, it is continuous on closed interval 1-2. Now you want to find f of a and f of b. f of a is f of 1 and f of b is f of 2. f of 1 is 1 raised to 5 plus 2 into 1 minus 7, that is 3 minus 7, it is minus 4. And f of 2 is 2 raised to 5 plus 4 minus 7, that is 32 plus 4, that is 36 minus 7, which is equal to 29. Therefore f of 1 is here less than 0 and f of 2 is greater than 0.
So we can conclude that there exists a number c belongs to open interval 1 2 such that f of c equal to 0. f of 1 ലെസ് ദാൻ 0 ആണ്, f of 2 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഈ 1നും 2നും ഇടയിലുള്ള ഒരു നമ്പർ c, there is a number c such that f of c equal to 0. In the similar way, you can attempt for the remaining problems.